നമസ്കാരം. ആ പിതാവിനെ മരണം കൊണ്ടുപോയെങ്കിലും മലയാളികൾ ഒരിക്കലും മറക്കില്ല ശങ്കരനാരായണൻ എന്ന പേര്. സ്വന്തം മകളെ പിച്ച് ചീന്തി കൊലപ്പെടുത്തിയ ക്രൂരനെ കൊലപ്പെടുത്തിയ ശങ്കരനാരായണൻ നിയമത്തിന് മുന്നിൽ ചെയ്തത് തെറ്റാണെങ്കിലും മകൾക്കായി നീതി നടപ്പാക്കിയ അച്ഛനെന്നാണ് അദ്ദേഹത്തെ ആളുകൾ വിശേഷിപ്പിച്ചത്. പലപ്പോഴും പ്രതികൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മുടെ നിയമം നിസ്സഹായമായി പോകാറുണ്ട്. അത്തരം നിസ്സഹായതയ്ക്ക് മുന്നിൽ വിധിയെ പഴിച്ച് നോക്കി നിൽക്കാനല്ല ആ അച്ഛൻ ശ്രമിച്ചത്. മക്കളുടെ ഘാതകനെ ഇല്ലാതാക്കി അദ്ദേഹം നിയമത്തിന് മുന്നിൽ കീഴടങ്ങി. ആ നിയമം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ തെളിവില്ല എന്ന് കണ്ട് വെറുതെ വിട്ടത്. ഒടുവിൽ 75-ാം വയസ്സിൽ മകളുടെ ഓർമ്മകളും പേറി ആ അച്ഛൻ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ശങ്കരനാരായണന്റെ മരണം. മഞ്ചേരിയിലെ വീട്ടിൽ വെച്ചായിരുന്നു മരണം. 2.5 പതിറ്റാണ്ടായെങ്കിലും അത്ര പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ദിവസമാണ് 2001 ഫെബ്രുവരി 9. വെറും ഒരു ക്ഷീര കർഷകൻ മാത്രമായിരുന്നു ശങ്കരനാരായണൻ. മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണന് കൃഷ്ണപ്രിയ എന്നൊരു മകളുണ്ടായിരുന്നു. 2 ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏക മകൾ. ഏട്ടന്മാരുടെ പ്രിയ അനിയത്തെക്കുട്ടിയായി അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമനയായി 13 വയസ്സ് വരെ ജീവിക്കാനേ ആ പെൺകുട്ടിക്ക് വിധിയുണ്ടായിരുന്നുള്ളൂ. 2001 ഫെബ്രുവരി 9 പതിവ് പോലെ സ്കൂൾ വിട്ട് വീട്ടിലെത്താറുള്ള കൃഷ്ണപ്രിയ അന്നേ ദിവസം വീട്ടിലെത്തിയിരുന്നില്ല. കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലെ ഒടുവിലായിരുന്നു ആ 13-കാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ശങ്കരനാരായണന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പ്രതി മുഹമ്മദ് കോയയുടെ വീട്. തെരച്ചിലിനായി ആദ്യഘട്ടത്തിൽ പ്രതിയായ മുഹമ്മദ് കോയയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും അവരറിഞ്ഞിരുന്നില്ല തങ്ങളുടെ മകനെ ഇല്ലാതാക്കിയ കൊടുംക്രൂരനാണ് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതെന്ന്. അന്ന് ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നിരുന്നു. അക്കാലത്ത് കേരളത്തെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു കൃഷ്ണപ്രിയ വധം. മാധ്യമങ്ങൾ അന്ന് വലിയ രീതിയിൽ തന്നെ കൃഷ്ണപ്രിയ വധത്തിന് പ്രാധാന്യം നൽകി. പോലീസ് ഏറെ ജാഗ്രതയോടെ പ്രവർത്തിച്ചു. വൈകാതെ തന്നെ പ്രതി പിടിയിലാവുകയുമായിരുന്നു. തങ്ങളുടെ അയൽവക്കത്തെ കഴിഞ്ഞിരുന്ന തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട് സ്നേഹിച്ചവനാണ് മകളുടെ ഘാതകനെന്നറിഞ്ഞതും ആ കുടുംബത്തിന് വലിയ ഞെട്ടലായിരുന്നു. പീഡിപ്പിച്ചതിനു ശേഷം കൃഷ്ണപ്രിയയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരുന്നത്. സംഭവത്തെ തുടർന്ന് പിടിയിലായ പ്രതിയെ കോടതി പതിവ് പോലെ ശിക്ഷിച്ചു. അതുവരെ വായിച്ചു പഴകിയ സ്ഥിരം പീഡന കേസുകളിൽ ഒന്ന് മാത്രമായിരുന്നു കൃഷ്ണപ്രിയയെ. പക്ഷേ ജാമ്യത്തിലിറങ്ങിയ പ്രതി 2002 ജൂലൈ 27 കൊല്ലപ്പെട്ടതോടെ ആ വാർത്തയ്ക്ക് ഒരു അസാധാരണത്വം കൈവരികയായിരുന്നു. 24 വയസ്സായിരുന്നു പ്രതി മുഹമ്മദ് കോയയ്ക്ക് അന്ന്. കൃഷ്ണപ്രിയ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 37 വയസ്സാകുമായിരുന്നു. ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വെടിവെച്ചത് ശങ്കരനാരായണൻ ആണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. നിസ്സഹായനായ അച്ഛനിൽ നിന്നും ശങ്കരനാരായണൻ ഹീറോ പരിവേഷത്തിലേക്ക് മാറിയത് വളരെ വേഗത്തിലായിരുന്നു. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റു 2 പേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും മലയാളികൾ മനസാക്ഷിയുടെ കോടതിയിൽ നിർത്തി ശങ്കരനാരായണനെ പണ്ടേ തന്നെ വെറുതെ വിട്ടിരുന്നു. പിന്നീട് നീതിദേവതയും കണ്ണു തുറന്നു. ശങ്കരനാരായണനെ 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. കോടതിയുടെ മാനുഷിക മുഖം മലയാളി കണ്ട ദിവസം കൂടിയായിരുന്നു അത്. മൃതദേഹം കണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി, ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റ് ശത്രുക്കളും ഉണ്ടാകാം, അവരായിരിക്കും കൃത്യം നിർവഹിച്ചത് തുടങ്ങിയ അപൂർവ വാദമുഖങ്ങൾ. കേസിൽ മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റു 2 പേരെയും ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ 3 പേരെ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. കൃഷ്ണപ്രിയ മരിച്ച ശേഷം കണ്ണീരില്ലാതെ ആ അച്ഛൻ ഉറങ്ങിയിരുന്നില്ല. മരിക്കുന്നത് വരെ തന്റെ ഓമന മകളായ കൃഷ്ണപ്രിയയെക്കുറിച്ചായിരുന്നു സംസാരമെന്ന് അയൽവാസികൾ പറയാറുണ്ട്. പ്രസാദ്, പ്രകാശ് എന്നിവരാണ് മറ്റു മക്കൾ. താനാണ് കൊല നടത്തിയതെന്ന് ശങ്കരനാരായണൻ ഇതുവരെ ആരോടും സമ്മതിച്ചിരുന്നില്ല. കേരളത്തിലേറെ ചർച്ചയായ കേസുകൂടിയായിരുന്നു ഇത്. 13-കാരിയോടുള്ള ക്രൂരതയുടെ പേരിൽ ശങ്കരനാരായണന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. ഇന്നും ക്രൂരമായ ബലാത്സംഗ കൊലപാതകങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ശങ്കരനാരായണന് നീതി നടപ്പാക്കിയതുപോലെ വേണമെന്നും പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയരാറുണ്ട്.